എന്റെ ഫോളോവേഴ്സിന് ഒരു സ്പെഷ്യൽ മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഞാനിവിടെ മെയിൻ ആയിട്ട് എത്താൻ കാരണം. അതെന്താണ്, അതൊന്ന് പറഞ്ഞു. சர்ஜிக்கல் காஸ் மெட்டீரியல், சர்ஜிக்கல் காஸ் ஸ்வாப்ன்பாங்க. அது நம்ம வூண்டுக்கா இருந்தாலும் எதுக்கா இருந்தாலும் அந்த சர்ஜிக்கல் லைன்ல யூஸ் ஆகக்கூடிய இந்த மாதிரி காஸ் ஸ்வாப்ஸ். യെസ്, ഇതാണ് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ മറ്റു കൺട്രീസിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇത് കാരണം നമ്മുടെ രാജ്യത്തിന്റെ എക്സ്പോർട്ട് വർദ്ധിക്കുകയാണ്. ശരിക്കും മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തിന്റെ ഒരുപാട് മാനുഫാക്ചേഴ്സ് നമുക്കൊരു വിലയില്ല, പക്ഷെ മറ്റ് കൺട്രീസിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. പേപ്പർ ബാഗ് ഇത് അവിടെ വെക്കാൻ പോവാണ്. നമ്മൾ മാനുവലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതിലൂടെ വന്നു കറക്റ്റ് ഇതാ ഗം അതിൽ ഫിക്സ് ആയി. കണ്ടോ, ഗം ഫിക്സ് ആയി മടക്കി ഇതിലൂടെ വന്ന് டாய்லெட் ரோல், கிச்சன் டவல், சாட்டி ரோல்ஸ் இருப்பாங்க. டிஷ்யூல ஒரு 4 கேட்டகரி ரோல்ஸ். அதெல்லாம் ഇതിൽ ചെയ്യാം. இதுல வச்சு நம்ம பில்லிங் ரோல் உண்டு இல்லையா? பில்லிங் ரோல் ஸ்வாப்பிங் மிஷின்ல யூஸ் பண்ற பில்லிங் ரோல். அதுல 3 சைஸஸ் இருக்கு. 58 mm, 56 mm, 78 mm, 100 mm. அதெல்லாம் செய்யாம பட் பிரிண்டிங் யூனிட் இருக்குது. நம்ம டைனிங் டேபிள் கேட்டரிங் கார் யூஸ் பண்ணுவாங்க டேபிள்ல வெரிக்கிறது. அதுக்காக பிரிண்டிங் யூனிட். சர்வோ மோட்டார்ஸ், லைக் ரோபோட்டிக் ஃபங்க்ஷன் மாதிரி தான். ഇതാണ് ഫീഡിംഗ് ഏരിയ. കണ്ടോ, മാപ്പിംഗ് പാഡ് മേക്കിംഗ് മെഷീൻ. മാപ്പിംഗ് പാഡ് അല്ലേ. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കോയമ്പത്തൂരിലെ ഗണപതി ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കാണ്. കോയമ്പത്തൂരിലെ കൗണ്ടമ്പാലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. നമ്മളിവിടെ ഏകദേശം ഒരു 2 വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫെദർ ടച്ചിൻ്റെ. അത് FTCയുടെ MD ആയിട്ടുള്ള ശ്യാം സാറ് നമ്മളെ കൂടെ ഉണ്ട്. എന്തൊക്കെയാണ്, സുഖല്ലേ? വണക്കം. നമ്മളെ വ്യൂവേഴ്സിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും നമ്മളെ കമ്പനിയെ പറ്റി. എവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ? മലയാളം പറയുക മനസ്സിലാവോ? குறையில்ல தமிழ்ல பேசிக்குவேன், நான் டிரான்ஸ்லேட் பண்றேன். ஓகே. எக்ஸாக்ட் லொகேஷன் லொகேஷன் பாத்தீங்கன்னா கோயம்புத்தூர் நல்லம்பாளையம் ஏரியா வந்து நல்லம்பாளையம். வர்றது பாத்தீங்கன்னா நீங்க கவுண்டம்பாளையம் த்ரூவும் வரலாம், கணபதி த்ரூவும் வரலாம் நீங்க. ஓகே, அந்த மாதிரி நம்ம இங்க റെയിൽവേ സ്റ്റേഷനിൽ ഇருந்து 8 കിലോമീറ്റർ. 8 കിലോമീറ്റർ വരും. കോണ്ടമ്പാളയത്തിലേക്ക് നിങ്ങൾക്ക് ബസ് കിട്ടും. എക്സാക്ട് സ്ഥലം വരുന്നത് നല്ലമ്പാളയത്താണ്. അത് കുറച്ചൊരു ഉള്ളേരിയാണ് അല്ലേ? കുറച്ച് 2 കിലോമീറ്റേഴ്സ് ഉള്ള വരണം കോണ്ടമ്പാളയത്തിലാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മളെ കമ്പനി എത്ര വർഷമായി പ്രവർത്തിക്കുന്നത്? പുതിയ ആളുകളൊക്കെ ഉണ്ടാവും. നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീണ്ടും പുതിയ ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി പരിചയപ്പെടുത്തി കൊടുക്കുക. എത്ര വർഷമായി ഈ ഒരു കമ്പനി? 11th ഇയർ ഇപ്പൊ ഉപയോഗിക്കുന്നത്. 11 ഇയേഴ്സ് ആയിട്ടില്ലേ? ഓക്കെ. നമ്മളിപ്പം മെയിൻ ആയിട്ട് എന്തൊക്കെ മെഷീൻസ് ആണ് ചെയ്യുന്നത് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഫസ്റ്റ് ടിഷ്യൂ പേപ്പർ മേക്കിംഗ് മെഷീൻ தான். ടിഷ്യൂ പേപ്പർ കൂടിയ நிறைய கேட்டகரிஸ், டாய்லெட் ரோல் அதெல்லாம் மேக்கிங் மிஷின் ടിഷ്യൂ பேப்பர் கேட்டகரி. ரெண்டாவது பேப்பர் பேக் மேக்கிங் மிஷின். பேப்பர் பேக் மிஷின்லயும் டிஃபரெண்ட் கேட்டகரிஸ் இருக்கு. அதுக்கப்புறம் ஸ்பெஷலைஸ்டா மிஷின் ஆனா காம்போ மிஷின் 10 ப்ராடக்ட்ஸ் இன் a single machine. அந்த மாதிரி ரோல் ரீவெண்டிங் தான். பில்லிங் ரோல், டாய்லெட் ரோல், கிச்சன் ரவல், அப்புறம் அலுமினியம் ஃபாயில் ரோல், டைனிங் டேபிள் ரோல்ஸ், இதெல்லாமே ஒற்றை மிஷினில் நம்ம செய்கிற மாதிரி ஒரு மிஷின் வச்சிருக்கோம். ഓക്കെ, അങ്ങനെ കോംബോ മെഷീനും ഉണ്ടല്ലേ? കോംബോ മെഷീൻ. എന്റെ ഫോളോവേഴ്സിന് ഒരു സ്പെഷ്യൽ മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഞാനിവിടെ മെയിൻ ആയിട്ട് എത്താൻ കാരണം. അതെന്താണ്, അതൊന്ന് പറഞ്ഞു. சர்ஜிக்கல் காஸ் மெட்டீரியல், சர்ஜிக்கல் காஸ் ஸ்வாப்ன்பாங்க. அது நம்ம வூண்டுக்கா இருந்தாலும் எதுக்கா இருந்தாலும் அந்த சர்ஜிக்கல் லைன்ல யூஸ் ஆகக்கூடிய இந்த மாதிரி காஸ் ஸ்வாப்ஸ். യെസ്, ഇതാണ് ആ പ്രോഡക്റ്റ് ഇതാണ്, മെഷീൻ ഇതാണ്. ഈ സംഭവമൊക്കെ ഈ ഒരു മെഷീനായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ ഇതായിട്ട് ബന്ധപ്പെട്ടല്ലേ? ഇതിന്റെ പാനലാണിത്. ഇതാണ് പ്രോഡക്റ്റ്. ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്ന മെഷീനാണിത്. അതായത് മെയിൻ ആയിട്ട് ഹോസ്പിറ്റൽ പർപ്പസ് ആണ്. മേജർ ഹോസ്പിറ്റൽസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റുകളാണ്. പക്ഷെ ഇത് കൂടുതൽ ആരും ചെയ്യുന്നില്ല അല്ലേ? കിടയാതെ. ഓക്കെ, കൂടുതൽ മാനുഫാക്ചേഴ്സ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഒരു പുതിയൊരു ബിസിനസ് അവസരമാണ്. അപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതിന്റെ മെഷീന്റെ A to Z കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും. ഇതിനെ എങ്ങനെ, ഇതിന്റെ മോട്ടർ എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിന്റെ വാറണ്ടി പീരീഡ് എങ്ങനെയാണ്, ഇത് അറ്റ് എ ടൈം എത്ര പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും, അതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് ആക്ച്വലി സിംഗിൾ ഡെക്ക് gas swab making machine. அதாவது ஒரே ஒரு ப்ரொடக்ஷன் லைன் தான் இருக்கும். சிங்கிள் டெக்னா ஒரு ப்ரொடக்ஷன் லைன் மட்டும் இருக்கு. இதுல டபுள் 4 லைன் வரைக்கும் இருக்கு. 2 அதுக்கப்புறம் 4 லைன். അതായത് നമുക്ക് ഈ ഒരു ഇതുവഴി ഒരു അറ്റ് എ ടൈം ഒരു ഇതിൽ ട്രേ വഴി മാത്രമേ വരുള്ളൂ അല്ലേ? പ്രൊഡക്ഷന്റെ ഔട്ട് വരുള്ളൂ. ഇത് 3ഉം 4ഉം ഒക്കെ ഉള്ളതുണ്ട്. 2, 4 അല്ലേ? ഓക്കെ. പിന്നെ ഇത് എത്ര HP മോട്ടറിലാണ്? இது கிட்டத்தட்ட உங்களுக்கு 9 மோட்டார்ஸ் வரும். 9 மோட்டார்ஸ் எல்லாமே சர்வோ மோட்டார்ஸ். ரோபோட்டிக் ஃபங்க்ஷன் மாதிரி தான். ரோபோட்டிக் ஃபங்க்ஷன். அதான் பேனல் வந்து அது ஃபுல்லி ப்ரோக்ராம்டு. ഇതാണ് പാനൽ അല്ലേ? അതാണ് പാനൽ. ഇത് ഡിസ്പ്ലേ. ഓക്കെ. പിന്നെ ഇതിന്റെ വാറണ്ടി ഒക്കെ എങ്ങനെയാണ്?
வாரண்டி 1 இயர் வாரண்டி இருக்கு. 1 இயர் வாரண்டி. പിന്നെ സർവീസ് സർവീസ് எல்லாமே நம்ம இப்போ ரெகுலரா ടിഷ്യൂ പേപ്പർ മെഷീൻ പേപ്പർ ബാഗ് മെഷീൻ വர மாதிரி ഇതിലും സപ്പോർട്ട് ചെയ്യൂലേ? ഓക്കെ. പിന്നെ നമുക്ക് ഇത് അറ്റ് എ ടൈം എത്ര പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും ഏകദേശം? ഈ സിംഗിൾ ഡെക്കാ இருந்தா உங்களுக்கு per minute 35 pieces to 40 pieces உங்களுக்கு പ്രൊഡക്ഷൻ എടുക്കാം. per minute 240 പീസ് 35 to 40 pieces. 35 to 40 സോറി. പിന്നെ ഇതിന്റെ ബഡ്ജറ്റ് എങ്ങനെയാണ്? എത്രയാണ് ഇതിന്റെ ബഡ്ജറ്റ് സ്റ്റാർട്ടിങ് 20 above தான் உங்களுக்கு வரும். 20 lakh above വരും. ഓ ഓക്കെ ഓക്കെ. അത്രയും റേഞ്ച് വരുന്നുണ്ട് അല്ലേ? ஆமா. ஓகே. இதுல என்னன்னா 3 சைஸ் இருக்குது உங்களுக்கு. இது 7.5 into 7.5 12 play. 12 playனா இதுதான் 12 play. ഇതിന്റെ സൈസ് ആണ് അത്? இது 7. ടോട്ടൽ ക്ലോസ്ഡ് സൈസ് வந்து 7.5 into 7.5. ഓക്കെ ഓക്കെ. ഇത് 12 play ആണ്. 12 play ന കണക്ക് എപ്പടിനാ ഇതിന്റെ റോ മെറ്റീരിയൽ ഒക്കെ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും? സപ്പോസ് അവർ മെഷീൻ എടുത്തു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ടീമിനെ നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കും. 1 2 3 4 5 6 7 8 9 10 11 12. ഓ അങ്ങനെ 12 പ്ലേ അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇത് ഇതിലെ 3 സൈസ് ഇருக்கு. ഇത് 7.5 സെയിം ഇതേ മെഷീനിലെ 5 into 5 ഓടിக்கலாம். 10 into 10 മൂന്ന് ഡിഫറെന്റ് സൈസസും ഒരേ മെഷീനിലെ ഓടിக்கலாம். ഓക്കെ ഓക്കെ. പിന്നെ ഇതിൽ ശരിക്കും നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ലൈസൻസ് ഒക്കെ ആവശ്യമാണ്. അതിനകത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. അത്രയും ഒരു ഹെവി മെഷീനാണ്. ഡ്രഗ് ലൈസൻസ് വേണം. സർജിക്കൽ ഐറ്റം അല്ലേ, മെഡിക്കൽ സൈഡ് പോകണം. കണ്ടിപ്പാ ഡ്രഗ് ലൈസൻസ് വേണം. ഇതിന്റെ ഫുൾ സ്റ്റേജ് ആയോ? മൊത്തം വർക്ക് കഴിഞ്ഞോ? ആമാ, ഇപ്പോൾ വർക്ക് മുടിഞ്ഞിട്ടുണ്ട്. ഇത് വർക്ക് കഴിഞ്ഞതാണ് അല്ലേ? പിന്നെ ഇതിന്റെ വലിയൊരു മെഷീൻ ഉണ്ടല്ലോ അവിടെ കോർണറിൽ, നമുക്ക് അത് കൂടി കാണാം. അതും സെയിം ഈ ഒരു സർജിക്കൽ മെറ്റീരിയൽ ഉണ്ട്. അതിവിടെ ടെസ്റ്റിംഗ് നടക്കുകയാണ്. നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ നമ്മൾ ഈ ഒരു മെഷീനൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇവർ ടെസ്റ്റിംഗ് നടക്കുകയാണ് അല്ലേ? ഞാൻ ജസ്റ്റ് അതിന്റെ റോ മെറ്റീരിയൽ കാണിച്ചു തരാം. അത് ആ ബാക്കിൽ റോള് കണ്ടോ? ഇതാണ് ഫീഡിങ് ഏരിയ കണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ റോളായിട്ട് ഇങ്ങനെ കയറി വന്ന് ഫോൾഡായി മാപ്പിംഗ് പാഡ് മേക്കിംഗ് മെഷീൻ. മാപ്പിംഗ് പാഡ് അല്ലേ? ഓക്കെ. ഇതുവഴിയാണ് ഔട്ട് വരും അല്ലേ? ഇതുവഴി ഔട്ട് കൺവെയർ വരും. ആ ഒരു കൺവെയറിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇവിടെ ഔട്ട് വരും. ഇതിൽ ഔട്ട് വരും. ഇതിൽ നിങ്ങൾ non-woven bedsheet ഉണ്ടല്ലേ, ഡിസ്പോസബിൾ ബെഡ്ഷീറ്റ്, അത് മേക്ക് பண்ணலாம். ഓ റൺ ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ഒരു 2 വീക്സ് ആവും. 2 വീക്സ് ആവും അല്ലേ? അപ്പോൾ ഇതാണ് ഇവരുടെ FTCയുടെ ഒരു യൂണിറ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്തത് എന്താണ് കാണിക്കാൻ പോകുന്നത്? അടുത്ത ടിഷ്യൂ മെഷീൻ. ടിഷ്യൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൂടി കാണിക്കാം അല്ലേ? സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞു പോകാം. ഞാൻ ഇവരുടെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇത് ഐകാർഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോംബോ മെഷീൻ അല്ലേ? ഇതിൽ ശരിക്കും നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഇത് എംബോസിംഗ് എടുത്തിട്ടിங்கன்னா ടിഷ്യൂ പേപ്പർ റോൾസ്, ടോയ്ലറ്റ് റോൾ, കിച്ചൺ ടവൽ, அப்புறம் ஹச்ஆர்டி ரோல்ஸ் இருப்பாங்க. டிஷ்யூல ஒரு 4 கேட்டகரி ரோல்ஸ் அதெல்லாம் ഇതിൽ ചെയ്യാം. പിന്നെ வேற എന്താണ് ഇത് വെച്ച് நம்ம பில்லிங் ரோல் ഉണ്ട് இல்லையா? பில்லிங் ரோல் ஷாப்பிங் மிஷின்ல யூஸ் பண்ற பில்லிங் ரோல். அதுல 3 சைஸஸ் இருக்கு. 58 mm, 56 mm, 78 mm, 100 mm. அதெல்லாம் செய்ய பറ്റും. ഓ അത് ഇതിൽ ചെയ്യാൻ പറ്റും. அதெல்லாம் செய்ய பറ്റും. ஓகே. പിന്നെ அப்புறம் பிரிண்டிங் யூனிட் இருக்குது. நம்ம டைனிங் டேபிள் கேட்டரிங் கார் யூஸ் பண்ணுவாங்க டேபிள்ல விரிக்கிறது. அதுக்காக பிரிண்டிங் யூனிட். ஓ அது ஒற்ற மிஷின்ல நீங்க ടേബിൾ ഷീറ്റിന്റെ പ്രിന്റിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെന്താണ്? ഇതന്നെ അലുമിനിയം ഫയൽ റോൾ, ടിഷ്യൂ, പിന്നെ ബില്ലിംഗ് റോള്, പിന്നെ പ്രിന്റിംഗ് ഡൈനിങ് ടേബിൾ റോൾ പ്രിന്റിംഗ്, അലുമിനിയം ഫയൽ റോളും നമ്മൾ റൺ പണിக்கலாம். നമ്മളങ്ങനെ FTCയുടെ അടുത്ത സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ മെയിൻ ആയിട്ട് എന്ത് വർക്കാണ് ചെയ്യുന്നത്? ഇത് ഫുള്ളി സ്റ്റോർസ്, സ്പെയർ പാർട്സിന്റെ സ്റ്റോർ ആണ് അല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ് മെയിൻ ആയിട്ട് വർക്ക്? ടിഷ്യൂ പേപ്പർ മെഷീൻ ആണ്. ടിഷ്യൂ പേപ്പർ എല്ലാം ഇതുണ്ട്. അതൊക്കെ ടിഷ്യൂ പേപ്പർ നിർമ്മിക്കുന്ന മെഷീൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. കണ്ടോ? ഇതെല്ലാമേ ടിഷ്യൂ പേപ്പർ. വർക്ക് ഒരുപാട് ബാക്കിയുണ്ട്. ഇത് ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? ടിഷ്യൂ പേപ്പറിൽ എത്ര ടൈപ്പ് വരുന്നുണ്ട് മെഷീന്? എത്ര സൈസ് വരുന്നുണ്ട്? മാക്സിമം കേരള എടുത്തിട്ട് 20 and 30, 20 and 27. ഇത് രണ്ട് സൈസ് മാക്സിമം മൂവിങ് സൈസ്. റോ മെറ്റീരിയൽ നമുക്ക് ഹാർഡ് ആയാലും സോഫ്റ്റ് ആയാലും എല്ലാ മെഷീനിലും ഒരേപോലെ ഓടിക്കാൻ പറ്റും. ഇതിന്റെ വ്യത്യാസം വരുന്നത് സൈസിന്റെ വ്യത്യാസമാണ്. സൈസിൽ നമ്മൾ ഇതല്ല മാറ്റം വരും അല്ലേ? സൈസ് മാറുന്നത് റോളിൽ മാറ്റിനാ പോകും. നമ്മൾ ബാക്കിൽ മാറ്റിനാ. ഇതിൽ വ്യത്യാസം വരില്ല. 30 മെഷീனா ஃபிக்ஸட் 30 தான் இருக்கும். 22னா நமக்கு அந்த இருக்கு 20. அது ஃபிக்ஸடா உங்களுக்கு 20 இருக்கு. അതൊക്കെ സൈസ് അത് மட்டும் தான் மாறும். ഇത് മാത്രമല്ല മാറും. ஆமா, அது மட்டும் தான் மாறும். അപ്പോൾ ഓരോ സൈസ് എടുക്കേണ്ട ആളുകൾക്കും വേറെ വേറെ മെഷീൻ എടുക്കണം. വേറെ
അങ്ങനെ ഒരു പ്രശ്നം കേരള കണ്ടിപ്പാ 20 and 27 ഇത് രണ്ട് മെഷീൻ വേണം. സപ്പോസ് അവർക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് അവർ മെഷീൻ എടുത്ത് സപ്പോസ് അവർ 20 മെഷീൻ എടുത്തു, 20 സൈസിൽ ചെയ്യാൻ പറ്റിയ ഒരു മെഷീൻ എടുത്തു. അപ്പോൾ അവർക്ക് വേറെ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇവിടെ മെഷീൻ ഓൾറെഡി ഉണ്ടാവുമല്ലോ, ആ ഒരു മെഷീനിൽ നിങ്ങൾ പ്രോഡക്റ്റ് അവരുടെ ബ്രാൻഡിൽ ചെയ്തു കൊടുക്കും, റീസണബിൾ പ്രൈസിൽ ചെയ്തു കൊടുക്കും. അപ്പോൾ ഒരു സൈസിലുള്ള മെഷീൻ എടുത്താൽ മതി അല്ലേ? പിന്നെ ഇതിന്റെ വാറണ്ടി പീരീഡ് 1 year, same 1 year പ്രൈസ് ബഡ്ജറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ബഡ്ജറ്റ് 4.5 സ്റ്റാർട്ട് ആവുന്നത്, 4.5 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെയിം 1 year എന്നാണ് വാറണ്ടി. ഓക്കെ, പിന്നെ ഇതിലും സെർവോ മോട്ടർ ഇടുന്ന സെർവോ മോട്ടർ ഇത് നാർമൽ മോട്ടർ. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് റിലീസ് பண்ணிருக்கோம். 1 bar 8 folding, இது ஆக்சுவலா 1 bar 4 folding. ഫോൾഡിംഗ് കാട്ടുறேன். இது நார்மல் 30 சைஸ் டிஷ்யூ பேப்பர் ആണ്. இது எப்போதும் நீங்க மார்க்கெட்ல கிடைக்கிற டிஷ்யூ பேப்பர் தான். 1 2 3 4 folds இருக்கும். ஓகே ஓகே, 4 folds. ஓகே ஓகே. இப்போ இது புதியதாக 1 bar 8 fold இன்ட்ரோ듀ce பண்ணிருக்கோம். இது புதியதானே? இல்ல அது புதியதானே. 1 2 3 4 5 6 7 8. ஓகே, 8 fold. இது என்ன அட்வான்டேஜ்னா இப்போ ரெஸ்டாரண்ட்ல போனீங்கன்னா ரெஸ்டாரண்ட்ல கேஃப்டீரியால இந்த மாதிரி ஸ்டாண்ட்ஸ் தான் யூஸ் பண்ணுவாங்க. கரெக்ட். அப்போ இது இப்படி மடிச்சு செட் ஆகாது, இப்படி வைக்கணும், மடக்கி வைக்கணும். கரெக்ட். இது எங்கில் ഡയറക്റ്റ് அப்படியே വെച്ചിരിക്കണം. ഓ അടിപൊളി. ഇത് കണ്ടോ, നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ അധികം കാണുന്നതാണ്. ഇത് ഈ ഒരു സൈസിലുള്ളത് അവർ വാങ്ങിച്ചിട്ട് മടക്കിയാണ് വെക്കാറ്. പക്ഷെ ഇത് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ വെക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു സൈസിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന മെഷീൻസ് നമ്മളെ കയ്യിലുണ്ട്. இதே சேம் மெஷின்ல எக்ஸ்ட்ரா ஃபோல்டிங். ஓகே. சோ ரெண்டுமே ஓட்டிக்கலாம். நம்ம இந்த இது எடுத்துக்கலாம். சேம் அட் டைம் இது ஒரு சேஞ்ச், மார்க்கெட்டுக்கு ஒரு சேஞ்ச். ஓ கரெக்ட். நம்ம ரெகுலரா യൂസ് பண்றதுக்கு நல்லா இருக்கும். ஒரு சேஞ்ச். வெரி ഗുഡ്. ഓക്കേ. നമ്മൾ പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ മറ്റു കൺട്രീസിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇത് കാരണം നമ്മുടെ രാജ്യത്തിന്റെ എക്സ്പോർട്ട് വർദ്ധിക്കുകയാണ്. അപ്പോൾ നമുക്കതിൽ ഒരുപാട് അഭിമാനം കൊള്ളാൻ പറ്റുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെയുള്ള ബിസിനസ് റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ശരിക്കും മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തിന്റെ ഒരുപാട് മാനുഫാക്ചേഴ്സ് നമുക്കൊരു വിലയില്ല, പക്ഷെ മറ്റ് കൺട്രീസിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. ഒരുപാട് എക്സ്പോർട്ട് നടന്നിട്ടുണ്ട് അല്ലേ? ഇതാണ് FTCയുടെ ടിഷ്യൂ പേപ്പർ ഒക്കെ നിർമ്മിക്കുന്ന യൂണിറ്റ്. ഇവിടെ മെഷീൻസ് അല്ല, ഇവിടെ ടിഷ്യൂ പേപ്പർ പ്രൊഡക്ഷൻ ആണ്. അതായത് നിങ്ങൾക്ക് മെഷീന്റെ സൗണ്ട് നല്ലപോലെ കേൾക്കാൻ പറ്റും. ഇത് റോളുകളാണ്, ടോയ്ലറ്റ് റോളുകളൊക്കെയാണിത്. പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ പല ടൈപ്പിലുള്ള മെഷീൻസ്, പല സൈസിലുള്ള ടിഷ്യൂ പേപ്പർ നിർമ്മിക്കുന്ന മെഷീൻസ് ആണ്. ഇത് ഡബിൾ ഡക്കർ ആണ് അല്ലേ? അറ്റ് എ ടൈം പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. ഇത് കണ്ടോ, അവിടുന്ന് ഈ ഒരു റോൾ ഇവിടെ വെച്ചു, അതിങ്ങനെ ഇതിലൂടെ വന്ന് അവിടെ 2 എണ്ണം കണ്ടോ കാണാൻ പറ്റും. ഇവിടുന്ന് കട്ടാകാണല്ലേ? അത് സ്പ്ലിറ്റായിട്ട് ഇവിടെ വരും, ഇതിലൂടെ ഔട്ട് വരും. പിന്നെ ഇത് വേറൊരു മെഷീനാണ്. നമ്മളിതിൻ്റെയൊക്കെ കറക്റ്റ് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കണ്ടില്ലേ? അതൊക്കെ അടുത്ത സെക്ഷനിലേക്ക് പോലെ ഇതൊക്കെ ടിഷ്യൂസ് ആണ്. അത് സസ്റ്റൈനബിൾ പ്രോഡക്റ്റ്. സസ്റ്റൈനബിൾ ബ്രൗൺ പേപ്പർ. ഓക്കെ, ഇതുണ്ടോ, ഇതൊക്കെയാണ് ഇവരുടെ ടിഷ്യൂസ്. പത്രം വാച്ചിരുന്ന ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. പത്രം വാച്ചിരുന്ന ഇവർ ചെയ്ത് വെച്ച സാമ്പിൾസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയാത്തത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, A to Z കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സെക്ഷൻ അത്രയും ഇൻഡെപ്ത് ആയിട്ട് പറയാത്തത്. ഇവരുടെ പേപ്പർ ബാഗൊക്കെ ചെയ്യുന്ന യൂണിറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് അതിൻ്റെ റോ മെറ്റീരിയലാണ്, പേപ്പർ ബാഗ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ആണ്. ഇത് നിങ്ങൾ എവിടെ നിന്നാണ്? ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്? ബാംഗ്ലൂരിൽ നിന്ന് വരും. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ ഒരു മെഷീനാണ്. അതായത് പേപ്പർ ബാഗ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. ഈ ഒരു മെഷീനിൽ ശരിക്കും നമുക്കൊരു ഈ രീതിയിലാണ് കിട്ടില്ല ഔട്ട് വരിക. ഔട്ട് വരുന്നത് കൊണ്ട് ട്യൂബായിട്ടാണ് വരിക. ഇങ്ങനെ ട്യൂബായിട്ടാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഔട്ട് വരിക. കണ്ടോ, ഇങ്ങനെയാണ് വരിക. എന്നിട്ട് നമ്മൾ മാനുവലായിട്ട് ഇങ്ങനെ ഈ ഒരു ചേച്ചിമാർ ചെയ്യുന്ന പോലെ ഗമ്മിട്ടിട്ട് ബോട്ടം ഒട്ടിക്കണം അല്ലേ? സ്ക്വയർ ബോട്ടം, ഇങ്ങനെ സ്ക്വയർ ബോട്ടായിട്ട് വരും. എന്നിട്ട് ഇവരിങ്ങനെ ഒട്ടിക്കും, ഗമ്മ് വെച്ച് ഒട്ടിക്കും. പിന്നെ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞൊരു പുതിയ മെഷീൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. അതായത് നമ്മളിപ്പോൾ മാനുവലായിട്ട് ചെയ്യുന്ന കാര്യം നമുക്ക് ഈ മെഷീൻ വഴി ചെയ്യാൻ പറ്റും. ഞാനത് കഴിഞ്ഞ ഫേസ്ബുക്ക് ലൈവിൽ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഓട്ടി കാണിച്ചു കൊടുക്കാൻ പറ്റും? ഓക്കെ, നമ്മളിവിടെ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ പേപ്പർ വെക്കാൻ പോവാണ്. ഇതാ ഗമ്മ ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മടങ്ങിതാ ഇവിടേക്ക് വരും.
ஸ்கொயர் பாட்டம் பேக்ஸ்னால் என்ன மீனிங்னா ஃபார் 100% வித் வந்து 60% கெசட் இருக்கணும். ഓ അങ്ങനെ വേണം. அப்போனா தான் ஸ்கொயர் கண்டெய்னர்ஸ் அது எல்லாமே உள்ளே போகும். അതിനാണ് ஸ்கொயர் பாட்டம் എന്ന് പറയുന്നത്. அதனால தான் ஸ்கொயர் பாட்டம்னு പറയുது. இந்த பாட்டம் பார்த்தீங்கன்னா பெருசாக இருக்கும். ഓ കറക്റ്റ്. ஸ்கொயர் பாட்டம் இது ஏன் பெருசாக இருக்குன்னா இந்த கெசட் பெருசாக இருக்கும். കറക്റ്റ് കറക്റ്റ്. அதனால ഓക്കെ ഓക്കെ റൈറ്റ് റൈറ്റ്. ഇനി നമുക്ക് മെഷീനെ ജസ്റ്റ് ഓടിച്ച് കാണിക്കാം അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ക്രീസിങ് ചെയ്തെടുത്ത പേപ്പർ ബാഗ് ഇത് അവിടെ വെക്കാൻ പോവാണ്. നമ്മൾ മാനുവലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതിലൂടെ വന്നു കറക്റ്റ് ഇതാ ഗം അതിൽ ഫിക്സ് ആയി. കണ്ടോ, ഗമ്മ് ഫിക്സ് ആയി മടക്കി ഇതാ ഇതിലൂടെ വന്ന് ഒട്ടിച്ച് ഇതാ ഇവിടെ ഔട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെഷീൻ വഴി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മെഷീൻ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? 6.5 lakhs വരും. 6.5 lakhs വരും. നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ് അല്ലേ? ഓക്കെ. നമ്മളെ വ്യൂവേഴ്സിന് നല്ല സർവീസ് കൊടുക്കണം മാക്സിമം. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമ്മള് ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലേ? നമ്മളെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? இது மிஷின் மட்டும் நான் சொல்லிடுறேன். இது என்ன இதுன்னா, இப்போ இதுக்கு முன்னாடி ஸ்ப்ரே டைப் வச்சுருப்பாங்க. ஸ்ப்ரே டைப்பில் என்னன்னா 2 லைன் மட்டும் தான் பாட்டம் பேஸ்டிங் வரும். இப்போ நம்ம இது கோல்டு க்ளூலே ஃபுல் இந்த இடம் ஃபுல்லாக க்ளூ ஆகிடும். ஓகே. அப்போ உங்களுக்கு பேஸ்டிங்கில் கேப்பே இருக்காது. கரெக்ட் பேஸ்டிங் வந்து பேஸ்டிங் இந்த இடத்துல கேப் இருக்காது. அதுக்காக புதியதாக செஞ்ச மிஷின் தான் இது. ശരി ശരി ശരി. അപ്പം ഞാൻ നിങ്ങളുടെ നമ്പർ, അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും വീഡിയോയുടെ താഴത്ത് കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മളെ വ്യൂവേഴ്സോ കോൺടാക്ട് ചെയ്താൽ മാക്സിമം ഹെൽപ്പ് ചെയ്യണം. കണ്ടിപ്പാ. ഓക്കെ ശരി, ബൈ. താങ്ക് യു സോ മച്ച്. ബൈ.